നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം എന്താണ് എന്നുള്ളതും ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ ഒരു മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. UDFന്റെ മുഴുവൻ സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളിലും പ്രതികരണങ്ങളിലും മറ്റ് ജനകീയ പ്രസ്ഥാനങ്ങളും എല്ലാവരും രംഗത്തുണ്ട്. കുറ്റ്യാടി എന്ന നാട് പുറത്തേക്ക് അറിയുമ്പോൾ തേങ്ങയുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഇപ്പൊ കച്ചവടത്തിന്റെയും വളർച്ചയുടെയും എല്ലാം പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു നാടിനെ ലഹരിയുടെ ഹബ്ബാക്കി മാറ്റാൻ ആരെങ്കിലും തുനിഞ്ഞിറങ്ങിയാൽ അതിനെ അനുവദിക്കില്ല എന്നുള്ള ഒരു ജനതയുടെ പ്രഖ്യാപനം കൂടിയാണ് ഈ സമരം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ലഹരിയുടെ ഹബ്ബായി കുറ്റ്യാടിയെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന സംവിധാനങ്ങളുണ്ടെങ്കിൽ ആ സംവിധാനങ്ങൾ ജാഗ്രതയോടെ പ്രവർത്തിക്കണം എന്നുള്ള ആഹ്വാനം കൂടിയാണ് ഈ സമരമെന്ന് ചേർത്ത് പറയാനും ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ മലയാളി മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരാൾക്കും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ അവഗണിക്കാനോ കഴിയാത്ത തരത്തിലുള്ള പ്രയാസങ്ങളാണ് ഇവിടെ നിന്നുണ്ടാക്കുന്ന വാർത്തകൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ ഒരു കാര്യം ആമുഖമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികളുടെ നീണ്ട നിരകൾ ഇവിടെയുള്ള എല്ലാവരും കൂടെ ചേർന്ന് നടത്തുമ്പോൾ അതിന്റെ കൂടെ നിൽക്കാനും നടക്കാനും ഒക്കെ ഉത്തരവാദിത്വവും ബാധ്യതയുള്ള പ്രസ്ഥാനം എന്ന നിലക്ക് രാഷ്ട്രീയത്തിന് അതീതമായി പറയുന്നു. അതിന്റെ കൂടെ നടക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. പക്ഷെ ആ ഘട്ടം കഴിഞ്ഞ് ഇവിടെ ലഹരി നാടിന്റെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കുന്ന വലിയ അപകടങ്ങളിലേക്ക് നാടിനെ നയിക്കുന്ന ഒരു ഘട്ടം വന്ന് നിൽക്കുമ്പോ അപ്പോഴും ബോധവൽക്കരണത്തിന്റെ പ്രസംഗങ്ങളല്ല, ബോധവൽക്കരണത്തിന്റെ പ്രചരണങ്ങളല്ല, ശക്തമായ നടപടികളാണ് അനിവാര്യം. അതെടുക്കാൻ ആരും അടിച്ചാലും അവർക്കെതിരായിട്ടുള്ള പ്രതിഷേധം ഈ നാട്ടിൽ ഉയരുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. ലഹരിയുടെ പേരിൽ ഇതിലും വലിയ എന്ത് വിപത്തിനാണ് ഇനി ഇവിടുത്തെ സംവിധാനങ്ങൾ കാത്തു നിൽക്കുന്നത്? എന്താ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നത്? എന്താ നമ്മൾ വാർത്തകളിൽ വായിക്കുന്നത്? ഊഹിക്കാൻ കഴിയാവുന്ന കാര്യമാണോ? സങ്കല്പിക്കാൻ കഴിയാവുന്ന കാര്യമാണോ? ഉൾക്കൊള്ളാൻ കഴിയാവുന്ന കാര്യമാണോ? അവഗണിക്കാൻ കഴിയാവുന്ന കാര്യമാണോ? നാട്ടിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പോലും വെറുതെ വിടാത്ത നരാധമന്മാർ ഇവിടെ അഴിഞ്ഞാടുകയാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോ ഈ ലഹരിയുടെ കണ്ണിമുറിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം ബാക്കി നിൽക്കുക. ഞാനിതൊരു രാഷ്ട്രീയ പ്രസംഗമാക്കി മാറ്റുന്നില്ല. എന്റെ പ്രസംഗം ഒരു സർക്കാർ വിരുദ്ധ പ്രസംഗത്തിന്റെ ഒരു വേദിയായിട്ടും ഞാൻ ഇതിനെ കാണുന്നില്ല. പറയുന്ന ഓരോ വാക്കും ഈ നാടിന്റെ ഭാവിക്ക് വേണ്ടിയാണ്. പറയുന്ന ഓരോ വാക്കും ഈ നാട്ടിലെ രക്ഷിതാക്കളുടെ അവരുടെ സമാധാനത്തിന് വേണ്ടിയാണ്. പറയുന്ന ഓരോ വാക്കും ഈ നാടിന്റെ സൽപ്പേരിനും ഈ നാടിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടിയാണ് എന്നുള്ള ഉത്തരവാദിത്ത ബോധത്തോടെ ബന്ധപ്പെട്ട ആളുകൾ ഇതിനെ ഏറ്റെടുക്കാൻ തയ്യാറാവണമെന്ന് പറയുന്നു. എന്താ ചെക്കന്റെ പേര് പറഞ്ഞ? അജ്നാസ്. എന്താ കണ്ണി ഏതാണ്? ഈ അജ്നാസ് എന്ന് പറയപ്പെടുന്ന ഈ നാട് കണ്ട ഏറ്റവും വലിയ ക്രിമിനലുകളിൽ ഒരാൾ. അയാളുകൾക്ക് ലഹരി എത്തിക്കുന്ന കണ്ണി ഏതാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ചിത്രം ഇവിടെ ഉണ്ടോ? രാസലഹരിയുടെ ഉപയോഗം മാത്രമല്ല, ആ രാസലഹരി പകർന്നിട്ട് നമ്മുടെ വീട്ടിലെ ചെറിയ പെൺകുട്ടികളെ പോലും ഈ മാഫിയയുടെ ഭാഗമാക്കി മാറ്റുന്ന, അവരെ പീഡിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന, അവരെ ദുരുപയോഗം ചെയ്യാൻ അവസരമൊരുക്കുന്ന, അത് ദൃശ്യങ്ങളിൽ പകർത്തുന്ന ഉൾപ്പെടെയുള്ള അതീവ ഗൗരവതരമായ ആരോപണം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ വേരോടെ പിഴുതെറിയുന്നതിന് പകരം കണ്ണിൽ പൊടിയിടുന്ന ഒരു അന്വേഷണ സംവിധാനം കൊണ്ട് ഇത് നീതി നടപ്പിലാവൽ സാധ്യമല്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾ ചിന്തിക്കുമ്പോ അവരെ കുറ്റം പറയാൻ പറ്റുമോ? ആരോപണങ്ങളുടെ നീണ്ട നിരയിൽ പോലീസിനെ സംബന്ധിച്ച് പോലും വെളിപ്പെടുത്തലുകൾ നടക്കുന്നു. ഞാൻ പറയുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ലല്ലോ. ഇതിനകത്ത് പങ്കാളികളായിരിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമല്ലല്ലോ. ഇതിലെ പ്രതികളായ ആളുകളുടെ പൊളിറ്റിക്സ് ഏതോ ആവട്ടെ, അവരേത് ഭാഗത്ത് നിൽക്കുന്നവരാവട്ടെ, ഒരു ഭാഗത്തും നിൽക്കാത്തവരാവട്ടെ, അങ്ങനെയുള്ള ആളുകളുടെ ബന്ധങ്ങളുടെ ചങ്ങല കണ്ണികൾ അതെത്ര വിപുലപ്പെട്ടിരിക്കുന്നു, അതെത്ര താഴോട്ടിറങ്ങിയിരിക്കുന്നു എന്നൊക്കെ അന്വേഷണം നടത്തുന്ന ഒരു ഘട്ടത്തിൽ
പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ആളുകളുടെ പേരുകൾ പോലും വെളിപ്പെടുത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെയും ലോക്കൽ പോലീസിനെ വെച്ചിട്ട് കാണുന്ന അന്വേഷണമല്ല, പോലീസിന്റെ പങ്കും ഉൾപ്പെടെ അന്വേഷിക്കാൻ കഴിയാവുന്ന ഒരു സംവിധാനത്തെ, നിഷ്പക്ഷമായി ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സംവിധാനത്തെ ഇതിന്റെ അന്വേഷണം ഏൽപ്പിക്കണമെന്ന് കുറ്റ്യാടിക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും ആവശ്യപ്പെടുന്നതിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ സമരം ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇതില് ഇപ്പൊ പറയുന്ന പ്രതി ചേർക്കപ്പെടുന്ന ഒന്നോ രണ്ടോ ആളുകളുടെ പേരുകളിൽ മാത്രം ഈ നടപടി ഒതുക്കാൻ കഴിയൂ? ഇതിവിടെ വിതരണം ചെയ്യുന്ന ഒരു തന്റെ പേരാണ് നമ്മളിവിടെ പറഞ്ഞത്. അവനിലേക്ക് ഇത് കൊണ്ടുവരുന്ന റൂട്ട് ഏതാണ്? അവനിലേക്ക് ഇതിന്റെ മുടങ്ങാത്ത സപ്ലൈ നടക്കുന്ന സംവിധാനം ഏതാ? ആരാണ് ഇതിന്റെ വിതരണക്കാർ? ആ വിതരണ ശൃംഖലയിലെ ഏത് കണ്ണിയിലേക്കാണ് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്? എന്തുകൊണ്ട് ആ വിതരണ ശൃംഖലയിൽ ഒരു തടസ്സം വരാതെ ഇത്രയും കാലം ലഹരിക്കെതിരായിട്ടുള്ള ഇത്രയും വലിയ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് ഇവിടുത്തെ സംവിധാനങ്ങൾ, ഇവിടുത്തെ എൻഫോഴ്സ്മെന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവകാശപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഈ അജ്നാസിനെ പോലുള്ള നാടിന്റെ ശത്രുക്കളുടെ കൈകളിലേക്ക് ഈ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരുന്നു എന്നുള്ള ചോദ്യത്തിന് ആരാണ് ഉത്തരം നൽകാൻ പോകുന്നത്? അവരുടെ വലയിൽ നമ്മുടെ പിഞ്ചു മക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ, 15ഉം 16ഉം വയസ്സായ കുട്ടികൾ ഉൾപ്പെടെ എന്ന് പറയുന്നു, 15ഉം 16ഉം വയസ്സായ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വീണു പോകുന്നതിനെ സംബന്ധിച്ച് ഒരു വിവരവും ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങൾക്ക് ലഭിക്കാതെ പോയതെന്തേ? ആരാണ് ഈ സംവിധാനങ്ങൾക്ക് കരുത്തു കൊടുക്കുന്നത്? ഈ പരിസര പ്രദേശത്തു നിന്നും കുറ്റ്യാടി ചൊരവുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ ആയിട്ടുള്ള വാർത്തകൾ വരുന്നത്. ആ വാർത്തകൾ വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ പെടുന്ന ഒന്നോ രണ്ടോ ആളുകളെ മാത്രം പിടിച്ച് എന്തേ ആ കേസ് അന്വേഷണങ്ങൾ പിന്നെ മുമ്പോട്ട് പോയില്ല? ഇവരിലേക്ക് ഈ സാധനം എത്തിക്കുന്ന ശൃംഖല മുറിക്കാൻ, അതിന്റെ കണ്ണികൾ മുറിക്കാൻ എന്തേ ഇവർക്ക് കഴിയാതെ പോയത്? എങ്ങനെയാ ഇത്തരം ഒരു സംവിധാനങ്ങളുടെ നടുവിൽ വീട്ടിലെ അമ്മമാർ, ഉമ്മമാർ എങ്ങനെയാ സമാധാനമായിട്ട് ഉറങ്ങുക? പഠിക്കാൻ സ്കൂളിലേക്ക് വിട്ട കുട്ടികളെ രാസലഹരിക്ക് അടിമപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, അതുകൊടുത്ത് പീഡിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് വേറെ എവിടെ നിന്നുമല്ല, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ, നമ്മുടെ മൂക്കിന്റെ തുമ്പിൽ അത് നടന്നുകൊണ്ടിരിക്കുന്ന അപകടകരമായ, ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള ഇൻസിഡൻസിന്റെ പരമ്പര എങ്ങനെ കുറ്റ്യാടിയുടെ മണ്ണിൽ തീർക്കാൻ ഈ മാഫിയക്ക് കഴിഞ്ഞു എന്നുള്ളത് സംബന്ധിച്ച് എന്ത് ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം കൊടുക്കുക? അതിർത്തി കടന്നാണ് വരുന്നത് എന്ന് ആവർത്തിച്ച് പറയുമ്പോ, അത് അവിടുന്ന് അതിർത്തി കടന്നു വരുമ്പോ അതിനെ നിയന്ത്രിക്കാൻ, ആ ചങ്ങല കണ്ണികൾ മുറിക്കാൻ, അതിനുള്ള പരിശോധനകളെ എവിടെ കൊണ്ടുപോകാനാണ് ഇവർക്ക് സാധിച്ചത്? എന്ത് ലഹരിക്കെതിരായിട്ടുള്ള ഇത്രയും വലിയ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതൊന്ന് മുറിച്ചിടാനുള്ള, ആ ചങ്ങല കണ്ണികൾ മുറിച്ചിടാനുള്ള നടപടികൾ ഇവിടെ ഇല്ലാതെ പോയത്? ഒരു 15 വയസ്സുകാരനിലേക്ക് ഈ ലഹരിയുടെ ഉപയോഗത്തെ ഇത്ര വ്യാപകമായി താഴെത്തട്ടിൽ എത്തിക്കുന്ന വിവരങ്ങളെ സംബന്ധിച്ച് എന്താണ് ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങൾക്ക് ഒരു ധാരണയില്ലാതെ പോയത്? ഈ പറയുന്ന അജ്നാസിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് കൂട്ടുനിന്ന് പെൺകുട്ടികളിലേക്ക് ഇതിന്റെ അപകടങ്ങളെ എത്തിക്കുന്ന ഗുരുതരമായ സാഹചര്യത്തെ, അതിനെ ഇങ്ങനെ കയറൂരി വിടുന്ന ഒരു സാഹചര്യം ഇവിടെ എങ്ങനെ ഉണ്ടായി? ഇത് ലോക്കൽ പോലീസ് അന്വേഷിച്ചാൽ തീരുന്ന ഒന്നായിരുന്നെങ്കിൽ ഇതിന്റെ വ്യാപനം ഇത്രയും നടക്കില്ലായിരുന്നു. ഇത് ലോക്കൽ പോലീസിന്റെ പരിധിയിൽ നിൽക്കുന്ന കാര്യമാണെങ്കിൽ ഈ ശൃംഖല ഇത്ര വിപുലപ്പെടില്ലായിരുന്നു. ഇത് ഇവിടുത്തെ ഡിവൈഎസ്പി അന്വേഷണം ഏൽപ്പിച്ചത് കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്ന പ്രശ്നമാണ് എന്ന വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയുന്നു, രാഷ്ട്രീയത്തിന് അതീതമായി ഒരു നാടിന്റെ നീറുന്ന പ്രശ്നമായി ഇതിനെ പരിഗണിച്ച് എഫക്റ്റീവായ, നിഷ്പക്ഷമായ, മുഖം നോക്കാതെ നടപടിയെടുക്കാൻ കഴിയാവുന്ന ഒരു അന്വേഷണ സംവിധാനത്തെ ഇപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല എന്ന വീക്ഷണത്തോടെ നിങ്ങൾ അതിനെ നോക്കിക്കാണുന്നത് കൊണ്ടാണ്. ഞങ്ങൾ വേറൊരു ഏജൻസിയെ പറയാത്തത് ഈ പ്രശ്നത്തിന് ഗൗരവമില്ലാത്തത് കൊണ്ടല്ല. ഞങ്ങൾ ഒരു കേന്ദ്ര ഏജൻസിയുടെ പേര് പറയാത്തത് വിഷയം ചെറുതായത് കൊണ്ടല്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഇന്റന്റ് അതിന്റെ പിന്നിലാണ് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് അതിനും അപ്പുറത്തേക്ക് ഞങ്ങൾ ഇപ്പോഴും ക്രൈംബ്രാഞ്ച് എന്ന് പോലും ഞങ്ങൾ പറയുന്നതിന്റെ സാരം
ഇത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു നാടിന്റെ പ്രശ്നമാണ് എന്നുള്ള നിലക്ക് ഇവിടുത്തെ സംവിധാനങ്ങൾ ഇനിയെങ്കിലും ഏറ്റെടുത്തിട്ട് എന്നേക്കുമായി ഈ മാഫിയെ, ഈ ലഹരി സംഘത്തെ, ഈ പെൺവാണിഭം ഉൾപ്പെടെയുള്ള കച്ചവടം നടത്തുന്ന ഈ ക്രൂരതയെ കുറ്റ്യാടിയുടെ മണ്ണിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും വേരോടെ പിഴുതെറിയാനുള്ള നടപടി നിഷ്പക്ഷമായി എടുക്കാൻ കഴിയുമെന്നുള്ള അവസാനത്തെ ആഹ്വാനവും അഭ്യർത്ഥനയും അപേക്ഷയും ഒക്കെ കൂടിയാണ് ഈ ജനങ്ങൾ എല്ലാവരും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഇപ്പോഴും വേറൊരു ഏജൻസിയുടെ പേര് നമ്മൾ പറയാൻ അറിയാത്തോണ്ടല്ല, നമ്മൾ ആരെങ്കിലും കാടടച്ച് കുറ്റം പറയാനോ ആക്ഷേപിക്കാനോ വേണ്ടി മൈക്ക് കെട്ടിവെച്ചതുമല്ല. പക്ഷെ ഇനി ഇതിൽ കൂടുതൽ എന്ത് നടക്കാനാണ് ഇവർ കാത്തിരിക്കുന്നത്? ഇതിലും വലിയ അപകടം എന്താണ് ഈ നാട്ടിലേക്ക് ഇനി വരാനുള്ളത്? താമരശ്ശേരിയിൽ നിന്ന് മാതാവിന്റെ കഴുത്തറുത്ത മകന്റെ വാർത്തകൾ ഞെട്ടലോടെ കണ്ട ഒരു സമൂഹത്തിന്റെ മുമ്പിൽ സ്വന്തം വീട്ടിലെ പെൺകുട്ടികൾ ഈ മാഫിയയുടെ വലയിൽ അകപ്പെട്ടു പോയിരിക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന വാർത്തകൾ ഇവിടെ നിന്ന് കേൾക്കുമ്പോ ഇനിയും വലുതെന്തോ വരാൻ കാത്തിരിക്കുകയാണോ ഈ സർക്കാർ സംവിധാനങ്ങൾ? അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായി പറയുന്നു, ഈ കൂട്ടുകെട്ട് പൊളിക്കണം. ഇതിന്റെ വിതരണയുടെ ശൃംഖല പൊളിക്കണം. ഇത് ഏറ്റെടുത്ത് ഇവിടെ താഴെ തട്ടിലേക്ക് വ്യാപിപ്പിക്കുന്ന കൂട്ടുകെട്ട് പൊളിക്കണം. അതിന് പിന്തുണ കൊടുക്കുന്ന ആരെങ്കിലും ഇവിടുത്തെ സംവിധാനങ്ങളിൽ ഉണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള അതിശക്തമായ സന്ദേശവും നടപടികളും എടുക്കാൻ ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങൾ, ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറാവണം. അതിന് കഴിയാവുന്ന ഒരു അന്വേഷണ ടീമിനെ ഏൽപ്പിക്കണം. ഞാൻ പറയുന്നു, ഇവിടുത്തെ വനിതാ IPS ഓഫീസർമാരെ ഉൾപ്പെടെയുള്ള ആളുകളെ ഇതിന്റെ പിന്നിലെ നമ്മുടെ പെൺകുട്ടികൾക്കെതിരായി നടന്നിരുന്ന ചൂഷണത്തിന്റെ അതിന്റെ മുഴുവൻ വ്യാപ്തിയിലേക്കും എത്തുന്ന തരത്തിൽ അന്വേഷണങ്ങളെ പുറത്തു കൊണ്ടുവരാൻ തയ്യാറാവണം. കുട്ടികളെ രാവിലെ സ്കൂളിലേക്ക് അയക്കുന്ന രക്ഷിതാവ് എന്ത് ധൈര്യത്തിലാ വീട്ടിലിരിക്കേണ്ടത്? എന്ത് ധൈര്യത്തിലാ അവർ ജോലിക്ക് പോകേണ്ടത്? ഇതിന്റെ ഗൗരവം ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഗൗരവത്തോടെ പറയുന്നു, പെൺകുട്ടികളെ ഇതിനകത്ത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുത അത് മതിയായ ഗൗരവത്തോടെ ഈ അന്വേഷണ സംവിധാനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ള അഭിപ്രായമില്ല. പിന്നെ പോലീസിനെ സംബന്ധിച്ച് നടത്തിയ വെളിപ്പെടുത്തൽ അത് ലോക്കൽ പോലീസ് തന്നെ അന്വേഷിച്ചാൽ മതിയോ? പോലീസിനെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ ലോക്കൽ പോലീസിനെ അന്വേഷിച്ചാൽ മതിയോ? അങ്ങനെ അന്വേഷിച്ച ആരെങ്കിലും ഇതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ നിങ്ങൾ തുറന്നു പറയോ? നിങ്ങൾ അത് ജനങ്ങളുടെ മുമ്പിൽ പറയോ? നിങ്ങൾ അതിന് നടപടികളിലേക്ക് പോവോ? ഇത് ഇത്രയൊക്കെ വളരണമെങ്കിൽ എവിടെയെങ്കിലും ഒരു വീഴ്ചയില്ലാതെ ഇത്ര വ്യാപിക്കുമെന്ന് നമുക്ക് കരുതാൻ പറ്റൂ? ഈ വിതരണത്തിന്റെ ശൃംഖലയുടെ അവരൊന്ന് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം. ലഹരിക്കെതിരെ ഇത്രയും വലിയ കൊട്ടിഘോഷിച്ച പ്രചരണങ്ങൾ നടക്കുമ്പോ, ബോധവൽക്കരണം നടക്കുമ്പോ നിരന്തരം ഇത് ഉപയോഗിച്ച് ഇപ്പോഴും ഈ ചുറ്റുവട്ടത്തെ കുട്ടികൾക്ക് കൂടെ വ്യാപിപ്പിക്കുന്ന നടപടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോ ഇതിന്റെ എവിടെയും ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങൾ എത്തിയിട്ടില്ല എന്നതിന്റെ അർത്ഥം. നിങ്ങൾ ബാംഗ്ലൂരോ ബോംബെയിലോ ഡൽഹിയിലോ ഒരു വാർത്ത കേട്ടിട്ട് ഇവിടെ നടപടി എടുക്കാതിരുന്നതിനെ പറ്റിയല്ല. തൊട്ടപ്പുറത്ത് താമരശ്ശേരിയില് മാതാവിന്റെ കഴുത്തറുത്തിട്ട് മകൻ കൊന്നത് ഈ പറയുന്ന ലഹരിയുടെ ഉപയോഗം കൊണ്ടാണ് എന്ന് വാർത്തകൾ വന്ന ശേഷവും ഈ അജ്നാസിലേക്കും അയാളുടെ ഭാര്യ പോലുള്ള ക്രിമിനലുകളിലേക്കും ഇപ്പോഴും ഈ സാധനങ്ങൾ ഈ പറയുന്ന കാലയളവിലും വന്നുകൊണ്ടേയിരുന്നു. അവരത് ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു, അവരത് വിതരണം നടത്തിക്കൊണ്ടേയിരുന്നു. അത് ഉപയോഗിച്ച് നമ്മുടെ 10ഉം 15ഉം 16ഉം വയസ്സുള്ള പെൺകുട്ടികളെ ഈ വലയിൽ അകപ്പെടുത്തി പീഡിപ്പിക്കാനും കൂട്ടുനിന്നു എന്ന് പറയുമ്പോ എന്ത് നടപടി ലഹരിക്കെതിരെ എടുത്തു എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല. ഇത് ഈ നാടിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇത് ഈ നാടിന്റെ ഭാവിയുടെ പ്രശ്നമാണ്. ഇത് ഈ നാടിന്റെ ഭാവി തലമുറയുടെ പ്രശ്നമാണ്. ഇത് ഈ നാട്ടിലെ രക്ഷിതാക്കളുടെ സമാധാനത്തോടു കൂടിയുള്ള ഉറക്കത്തിന്റെ പ്രശ്നമാണ്. ഇത് ഈ നാടിന്റെ പെൺകുട്ടികളുടെ സുരക്ഷയുടെ പ്രശ്നമാണ്. അവരെ ഇതിനെ അടിമയാക്കുന്ന ഒരു സംവിധാനം കുറ്റ്യാടിയുടെ മണ്ണിൽ ഇത്രയും വ്യാപിച്ചിരുന്നു എന്നുള്ളത് ഒരു ഞെട്ടലോടെ മനസ്സിലാക്കുന്ന ജനതയ്ക്ക് അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു അന്വേഷണത്തെ പ്രഖ്യാപിക്കാൻ ഇനി സർക്കാർ മടിക്കരുതെന്ന് ആവർത്തിച്ച് കുറ്റ്യാടിക്ക് വേണ്ടി ഇവിടുത്തെ സംവിധാനങ്ങളോട് നമ്മൾ ആവശ്യപ്പെടുന്നു. ഇതില് ഫാൾസ് ഈഗോയുടെ പ്രശ്നമില്ല, ഒരു തരത്തിലെ ദുരഭിമാനത്തിന്റെ പ്രശ്നമല്ല, ലോക്കൽ പോലീസിനെ മോശമാക്കാനോ വേറെ ആരെങ്കിലും നന്നാക്കാനോ വേണ്ടിയിട്ടുമല്ല. ഞാൻ ആവർത്തിക്കുന്നു, നാടിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്.
ലോക്കൽ പോലീസിനെതിരെ കൂടെ ആക്ഷേപം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ നാടിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരം ഇവിടെ നടക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. ലഹരിക്കെതിരായിട്ടുള്ള കുറ്റ്യാടിയുടെ പോരാട്ടത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും ഇടപെടലിന്റെയും അവസാനമല്ല ഈ ഉപവാസം എന്നുകൂടെ പറഞ്ഞു വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരു എളിയ ജനപ്രതിനിധി എന്ന നിലക്ക് കൂടി പറയുന്നു, കുറ്റ്യാടിയുടെയും വടകരയുടെയും മണ്ണിൽ ലഹരിക്കെതിരായിട്ടുള്ള തുടർ പോരാട്ടങ്ങളുടെ ഭാഗമായി വടകരയ്ക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ എല്ലാവരും കൂടെ കൂടുതൽ ജനകീയമായ കർമ്മ പദ്ധതികളുമായി മുന്നോട്ട് പോകുമെന്നതുകൂടെ നമ്മുടെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് MP എന്ന നിലയിൽ അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ കർമ്മ പദ്ധതി കൂടെ ഈ വടകര മണ്ഡലത്തിൽ നടപ്പിലാക്കുമെന്നുകൂടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോഴും ബോധവൽക്കരണത്തിന്റെ പരിപാടികളുടെ ഭാഗമായി നമുക്ക് കൂടാം. പക്ഷെ നടപടികളിലേക്ക് എത്തുന്ന അന്വേഷണ സംവിധാനങ്ങൾ അതാരുടെ പക്കലാണുള്ളത്? അത് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെ പക്കലാണ്. അവരുണരാൻ തയ്യാറാവണം, അവരിറങ്ങാൻ തയ്യാറാവണം. ഒരു ജനത കൂടെ ഉണ്ട്. രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി ഒരു ജനത കൂടെ ഉണ്ട്. ഇതിനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റില്ല. ഇതിന് എന്നേക്കുമായി വിലങ്ങിടണം. ആ ആവശ്യത്തെ ഗൗരവത്തോടെ പരിഗണിക്കുമെന്ന് ഒരിക്കൽ കൂടി ഗവൺമെന്റിന്റെ മുമ്പിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അതിന് ഗവൺമെന്റ് മടിക്കാതെ ദുരഭിമാനം വെടിഞ്ഞ് നാടിനു വേണ്ടി അത്തരം ഒരു നടപടിയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എല്ലാ സംഘടനകളുടെയും പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടായി. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിഷേധം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉപവാസ സമരം, യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായി. ഒന്നും ഇതിലെന്തെങ്കിലും ഇടപെടൽ നടത്തി എന്ന് വരുത്താനോ കാണിക്കാനോ വേണ്ടിയല്ല. ശാശ്വതമായ മോചനം ഈ മാഫിയയിൽ നിന്ന്, ഈ ഭീഷണിയിൽ നിന്ന് കുറ്റ്യാടിക്ക് വേണം. കുറ്റ്യാടി അറിയപ്പെടുന്നത് ഇത്തരം ക്രിമിനലുകളുടെ പേരിലല്ല. കുറ്റ്യാടി അറിയപ്പെടേണ്ടത് ഇതിന്റെ ഹബ്ബായിട്ടല്ല. കുറ്റ്യാടി അറിയപ്പെടുന്നത് വളർച്ചയുടെ പേരിലാവണം. കുറ്റ്യാടി അറിയപ്പെടേണ്ടത് ഇവിടുത്തെ യുവതയുടെ നേട്ടങ്ങളുടെ പേരിലാവണം. കുറ്റ്യാടി അറിയപ്പെടേണ്ടത് ഇതിന് പിഴുതെറിഞ്ഞ് നാടിന് മാതൃകയായ നടപടികൾ എടുത്തതിന്റെ പേരിലാവണം. അതിന് ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങൾ മടിച്ചാൽ ഈ പന്തലിൽ നിന്ന് നാളെ തെരുവിലേക്ക് ഇറങ്ങാൻ മടിക്കില്ല എന്ന് ഗവൺമെന്റിനോട് പറഞ്ഞുകൊണ്ട് ഈ സമരസംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ് പാർട്ടി, ജയ് UDF.